ഹലോ. കരയുന്ന പൈതങ്ങളെ ഉറക്കാനായിട്ട് കുട്ടിയുടെ അമ്മ പലതരം ഉപാധികൾ സ്വീകരിക്കാറുണ്ട്. അതിൽ പ്രഥമ സ്ഥാനത്തുള്ള രണ്ട് സംഗതികളാണ്. ഒന്ന്, തൊട്ടിലിട്ട് ശക്തമായിട്ട് ആട്ടുക എന്നുള്ളത്. അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു രീതി, എടുത്ത് കൊച്ചിനെ ഉയർത്തി കുലുക്കുക എന്നുള്ള രീതി. മറ്റൊരു ഉപാധി ഈ ഗ്രൈപ്പ് വാട്ടർ എന്ന് പറയുന്ന സംഗതി കുട്ടിയെ കുടിപ്പിക്കുക. ഈ ഗ്രൈപ്പ് വാട്ടറിനെ പലരും പറയുന്നത് ഗ്രേപ്പ് വാട്ടർ എന്നാണ്. കുഞ്ഞിന് കൊടുക്കുന്ന ഇത് മുന്തിരിച്ചാറാണെന്നാണ് വിദ്യാഭ്യാസവും വിവരവും ബോധവും അറിവും ഒക്കെ ഉള്ള പലരും വായിച്ച് പറയുന്നത്. ഈ പെട്ടെന്ന് ഗ്രൈപ്പെന്ന് എഴുതുന്നതും ഗ്രേപ്പെന്ന് എഴുതുന്നതും ഏകദേശം കാഴ്ചയിൽ ഒരു മുൻവിധിയോടെ വായിക്കുമ്പോൾ രണ്ടും ഒന്നായി തോന്നും. പിന്നെ ഗ്രൈപ്പ് എന്ന് പറയുന്ന വാക്ക് സാധാരണയായി ലിറ്ററേച്ചറിൽ അങ്ങനെ പ്രസക്തമല്ല. അത് ഒരു പരിധിവരെ ഒരു മെഡിക്കൽ ടേമും കൂടാണ്. ഗ്യാസ്ട്രിക് കോളിക്കിന് പറയുന്ന ഒരു മെഡിക്കൽ ടേമാണ് ഈ ഗ്രൈപ്പ്. അപ്പോൾ ഈ തൊട്ടിലിട്ട് ആട്ടുന്നതിൻ്റെ പിന്നിൽ കുഞ്ഞ് മയങ്ങി തളർന്ന് ഉറങ്ങുന്നത് കുട്ടിക്ക് സന്തോഷം വന്നിട്ടൊന്നുമല്ല. അതിൻ്റെ സ്പൈനൽ കണക്ടിവിറ്റി വിത്ത് ദ ബ്രെയിൻ, അതിൻ്റെ സർവൈക്കൽ ആസ്പെക്റ്റിൽ ഈ നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരു മോഹലസ്യം പോലെ വന്നിട്ടാണ് കുട്ടി ഈ കരച്ചിൽ നടത്തുന്നത്, തളർന്നുറങ്ങുന്നത്. അത് പതിവായിട്ട് ആവർത്തിക്കുന്നത് കുട്ടിയുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഈ ഗ്രൈപ്പ് വാട്ടർ എന്ന് പറയുന്ന സംഗതി കൊടുക്കുമ്പോഴും കുഞ്ഞ് ഉറങ്ങും. കാര്യം ഈ ഗ്രൈപ്പ് വാട്ടറിലെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, അധികരിച്ച അളവിൽ അതിൽ പഞ്ചസാരയുണ്ട്. പഞ്ചസാര അധികം ചെല്ലുമ്പോൾ നമുക്ക് ഉറക്കം വരും എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, അതിൽ ആൽക്കഹോളുണ്ട്, അതിൽ സ്പിരിറ്റ് കണ്ടൻ്റുണ്ട്. ഈ സ്പിരിറ്റ് ചെല്ലുമ്പോഴും ഒരു മയക്കം വരും. പിന്നീട് അതിൽ ക്ഷാരഗുണമുള്ള ചില സംഗതികൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഗ്യാസ്ട്രിക് അപ്സെറ്റ് കൊണ്ടായിരിക്കില്ല കുട്ടി കരയുന്നത്. പക്ഷേ ഈ ഗ്രൈപ്പ് വാട്ടർ ചെല്ലുമ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം അതിൽ ഇൻഗ്രീഡിയൻസ് പലതും മയക്കം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. കുഞ്ഞിന് പതിവായിട്ട് ഗ്രൈപ്പ് വാട്ടർ കൂടിയ അളവിൽ കൊടുക്കുന്നത് ആരോഗ്യത്തിന് അനുഗുണമായൊരു സംഗതിയല്ല. അപ്പോൾ കുഞ്ഞ് കരയുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം കാണും, ഒരു കാര്യം കാണും. ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്യാതെ കുഞ്ഞിനെ ശക്തമായി തൊട്ടിലിട്ട് ആട്ടുക, ഗ്രൈപ്പ് വാട്ടർ കൊടുക്കുക ഇത്യാദി ഉപാധികൾ സ്വീകരിക്കുന്നത് പുനഃപരിശോധിക്കേണ്ടതാണ്. ഇത് ഈ അനുവർത്തനം അവലംബിക്കുന്നതിന് ഒരു വിചിന്തനം ആവശ്യവുമാണ്.